ക്രിസ്തുവേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വിഷയം ആരാണ് യഥാർത്ഥത്തിൽ യേശുവിൻ്റെ ശിഷ്യന്മാർ എന്നുള്ളതാണ്. യേശു ക്രിസ്തുവിൻ്റെ കാലത്ത് ആയിരക്കണക്കിന് ആളുകൾ അവനെ പിന്തുടർന്നിരുന്നു. ചിലർ അത്ഭുതങ്ങൾ കാണുവാനും, ചിലർ സൗജന്യമായി ഭക്ഷണം കഴിക്കുവാനും, മറ്റു ചിലർ വെറും കൗതുക നിമിത്തമൊക്കെയാണ് അവൻ്റെ കൂടെ നടന്നത്. എന്നാൽ അവരിൽ നിന്നെല്ലാം വ്യത്യസ്തരായി ശിഷ്യന്മാർ എന്നൊരു വിഭാഗമുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ നമ്മെ തന്നെ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കുമ്പോൾ നാം യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. യോഹന്നാൻ 8:31 ക്രിസ്തു നമ്മോട് പറയുന്നു, നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യന്മാരായി എന്ന്. ഒരു യഥാർത്ഥ ശിഷ്യൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? നമുക്കൊന്ന് ചിന്തിക്കാം. ഒന്നാമതായി, അവർ ദൈവവചനത്തിൽ നിലനിൽക്കുന്നവരായിരിക്കണം. യേശു പറഞ്ഞതുപോലെ വെറുതെ വചനം കേൾക്കുന്നവനല്ല, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവനാണ് ശിഷ്യൻ. പ്രതിസന്ധികൾ വരുമ്പോൾ വചനം ഉപേക്ഷിച്ചു പോകാതെ കർത്താവിൻ്റെ കൽപ്പനകളെ ഉറച്ചു നിൽക്കുന്നവനാണ് യഥാർത്ഥ അനുഗാമി. രണ്ടാമതായി, പരസ്പരം സ്നേഹിക്കുന്നവനായിരിക്കണം. യേശു പറഞ്ഞു, നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ എന്ന് എല്ലാവരും അറിയും. യോഹന്നാൻ 13:35. ജാതിയോ മതമോ വർണ്ണമോ നോക്കാതെ ശത്രുവിനെ പോലും സ്നേഹിക്കാൻ കഴിയുന്നതാണ് ഒരു ശിഷ്യൻ്റെ ഏറ്റവും വലിയ അടയാളം. സ്വാർത്ഥതയില്ലാത്ത സ്നേഹമാണ് ക്രിസ്തു ശിഷ്യന്മാരുടെ കാതൽ. മൂന്നാമതായി, ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശിഷ്യൻ സ്വന്തം ക്രൂശ് എടുക്കുന്നവനായിരിക്കണം. തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവരാരും എൻ്റെ ശിഷ്യനാവുവാൻ യോഗ്യനല്ല എന്നാണ് ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ക്രൂശ് എന്നത് കഷ്ടപ്പാടുകൾ മാത്രമല്ല, മറിച്ച് ദൈവഹിതത്തിനായി സ്വന്തം ഇഷ്ടങ്ങളെ ബലി കഴിക്കുന്നത് കൂടിയാണ്. ലോകത്തിൻ്റെ മോഹങ്ങളെ ഉപേക്ഷിച്ച് ക്രിസ്തുവിനായി ജീവിക്കുവാൻ തയ്യാറാകുന്നവനാണ് യഥാർത്ഥ ശിഷ്യൻ. നാലാമതായി, ഫലം കായ്ക്കുന്നവരായിരിക്കണം. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു, അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകുന്നുവെന്ന് യോഹന്നാൻ്റെ സുവിശേഷം 15:8 യേശു നമ്മോട് പറയുന്നു. അതെ, സ്വഭാവത്തിലും പ്രവൃത്തിയിലും ക്രിസ്തുവിൻ്റെ മണം പരത്തുന്നവരായി നാം മാറണം. സ്നേഹം, സന്തോഷം, സമാധാനം തുടങ്ങിയ ആത്മാവിൻ്റെ ഫലങ്ങൾ ഒരു ശിഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അപ്പോസ്തലനായ പത്രോസിനെ നോക്കുക. അവൻ പലപ്പോഴും ജീവിതത്തിൽ പരാജയപ്പെട്ടു, കർത്താവിനെ തള്ളിപ്പറഞ്ഞു. എന്നാൽ പിന്നീട് പൂർണ്ണ ഹൃദയത്തോടെ മടങ്ങി വരികയും ക്രിസ്തുവിനായി രക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്തു. തൻ്റെ ജീവിതം മുഴുവൻ ക്രിസ്തുവിനായി സമർപ്പിച്ച പത്രോസ് ഒരു യഥാർത്ഥ ശിഷ്യൻ്റെ മാതൃകയാണ്. പ്രിയമുള്ളവരെ, ശിഷ്യത്വം എന്നത് ഞായറാഴ്ച മാത്രം പള്ളിയിൽ പോകുന്ന ഒന്നല്ല. അത് 24 മണിക്കൂറും ക്രിസ്തുവിനെ പോലെ ജീവിക്കുവാനുള്ള വിളിയാണ്. ലോകം നമ്മെ നോക്കുമ്പോൾ നമ്മളിൽ ക്രിസ്തുവിനെ കാണാൻ കഴിയണം. നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും യേശുവിനെ പ്രതിഫലിപ്പിക്കുവാൻ നമുക്ക് കഴിയട്ടെ. ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, തലകളെ വണങ്ങാം. ഞങ്ങളെ അതിശക്തമായി സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, അങ്ങയുടെ വിലയേറിയ വചനത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, കേവലം പേരിന് മാത്രമുള്ള ക്രിസ്ത്യാനികളായി ജീവിക്കാതെ അങ്ങയുടെ ഹൃദയത്തോട് ചേർന്ന യഥാർത്ഥ ശിഷ്യന്മാരായി മാറുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ സ്വാർത്ഥതയെയും ലോകമോഹങ്ങളെയും മാറ്റണമേ. കർത്താവെ, അങ്ങയെപ്പോലെ സ്നേഹിക്കുവാനും ക്ഷമിക്കുവാനും താഴ്മയുള്ളവരാകുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. ജീവിതത്തിലെ കഷ്ടതകളിലും പ്രതിസന്ധികളിലും ഞങ്ങളുടെ ക്രൂശ് എടുത്ത് അങ്ങയെ അനുഗമിക്കുവാനുള്ള ധൈര്യം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ജീവിതം വഴി അങ്ങയുടെ നാമം മാത്രം മഹത്വപ്പെടട്ടെ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമേൻ.